കുറേ നാളായി പുല്ലൊക്കെ ചെത്തിയിട്ട്. അവിടെ ഫ്രാങ്ക്ലിനോട് ഉണ്ടായാൽ മതിയായിരുന്നു. അതാവുമ്പോൾ എനിക്ക് ഇച്ചിരി പൈസ ഉണ്ടാക്കാം. ഫ്രാങ്ക്ലിനൊരു ചെറുതായിട്ട് കൊടുത്തിട്ടൊന്ന് ഒതുക്കാം. എടാ ഫ്രാങ്ക്ലിനെ, നിനക്കൊരു ജോലി തന്നാൽ നിനക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ ലെസ്റ്ററെ? കുറച്ച് വണ്ടികൾ എടുക്കാനായിരുന്നു. സാധാ വണ്ടികളല്ല, ഇച്ചിരി സൂപ്പർ കാർസോ. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ പണ്ടത്തെ എലമെൻ്റൽ കാർസാ? ആയിക്കും പണ്ടന്നെ നമ്മളെടുത്തതല്ലേ. എടാ അതല്ലടാ, ഇത് പുതിയതായിട്ട് വന്നതാ. കുറച്ച് പ്രത്യേകതരം ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചുള്ളതാ. എന്തോ ഒരു പ്രത്യേകതരം ഗ്രൂപ്പ്. അവര് ഈ എലമെൻ്റൽസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ അവർക്കൊരു പവറുണ്ട്. അത് കാരണം. ശരി ലെസ്റ്ററെ, നീക്ക് പൈസ തരില്ലേ? ആടാ, ഞാൻ കുറച്ച് പൈസ തരാം നിനക്ക്. കുറച്ചാ? അല്ല, കുറച്ചധികം തരാം. മേപ്പ് അയച്ചെന്നുണ്ട്. ഓക്കെ, നീ പൊക്കോ. ഓക്കെ കേസ്, അപ്പം നമുക്ക് ലെസ്റ്റർ പൈസ തരാന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി എലമെൻ്റൽസിനെ പറ്റിയിട്ടുള്ളതൊക്കെ നമ്മൾ പണ്ടേ വിട്ടാണ്. പിന്നെ നിങ്ങളാരും സബ് ചെയ്യണില്ല, ലൈക്ക് ചെയ്യണില്ല എന്നൊക്കെ ഒരു വിഷമം എനിക്കുണ്ട്. പ്രത്യേകിച്ച് ആ ബെല്ലൈക്കൻ അമർത്തിയാൽ നിങ്ങൾക്കും എനിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. എനിക്കും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുക്കണം. നമുക്ക് ഈ വെള്ളം എടുക്കാം. ചേട്ടാ, ഞങ്ങൾക്ക് ഈ വണ്ടി വേണം. തരാൻ പറ്റുമോ? ഓളോ പറ്റില്ല. പൈസ ഉണ്ടോ? കേസ്, അപ്പോൾ പൈസ ചോദിക്കണം. പൈസ കൊടുക്കാം. നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലേ? എന്നാ പിടിച്ചോ. കേസ്, നമുക്ക് അവൻ്റെ കീയും കിട്ടി, പൈസയും കിട്ടി. കേസ്, നമുക്ക് നേരെ വെള്ള വണ്ടി എടുത്തിട്ട് പോവാം. കേസ്, ബാക്കിയുള്ളതൊക്കെ എന്തോ അപ്പില്ല. നമുക്ക് ഈ തൽക്കാലത്തിന് ഇപ്പോൾ വെള്ളം എടുക്കാം. അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് അടുത്ത വണ്ടി എടുക്കാം. ഇല്ല, ചോപ്പാ, മഞ്ഞ, കറുപ്പാ. കേസ്, നമ്മൾ നേരെ പോകുന്ന ഇനിയാളെന്തായാലും അവിടെ ഉണ്ടാവും. ഓക്കെ ഗേസ്, നമ്മുടെ കടലിൻ്റെ നടുക്കായിരുന്നു നമ്മുടെ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ നിൽക്കുന്നുണ്ട് നമ്മളെ ഐറ്റം. ദേ ഗേസ്. അപ്പോൾ എത്തി. ഇതിൻ്റെ എൻട്രൻസ് എവിടെയപ്പോൾ? ഹെലികോപ്റ്ററിൽ പൊക്കോന്നാണ് നമ്മുടെ ലെസ്റ്റ് പറഞ്ഞ്. നമ്മൾ എന്തോ ഹെലികോപ്റ്റർ എടുക്കാൻ അത്ര മൂടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെറ്റ് പാക്ക് സ്കീ ബോട്ട് എടുത്തിട്ട് വന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കി നോക്കാം. ഡിപ്പടിച്ച് പടായാണ് കേസ്. കാണില്ലല്ലോ. എന്തത്? ഇപ്പൊ ചത്തേനെ. ഗൈസ്, നമ്മുടെ പൈസ പോയി, കീം പോയി. ഒരു മിനിറ്റ്. അൺബിലീവബിൾ ഗൈസ്, അൺബിലീവബിൾ. ഇതുണ്ടാക്കിയവനെനിക്ക് സമ്മതിച്ചേ പറ്റൂ ഗൈസ്. നോക്കിയാൽ അടിയിൽ കൂടെ വഴി. ആൾക്കാർ വിചാരിക്കും മുകളിൽ കൂടെ ഹെലികോപ്റ്റർ എടുത്ത് വന്നാലേ ഇത് നടക്കുള്ളൂ. എനിക്ക് തെറ്റാണ്. അടിയിൽ കൂടെ പ്രത്യേകതരം വഴിയുണ്ട്. അപ്പം എന്ത് ചെയ്യാം? നമ്മുടെ വണ്ടി കിട്ടി ഗൈസ്, കിട്ടി. ചത്തില്ല. രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾക്ക് കടക്കല്ലേ. നമ്മുടെ വണ്ടിയിൽ നിൽക്കും ബാക്കിൽ നിന്ന് വെള്ളം തെറിക്കുന്നുണ്ട്. ഇതെന്താ BMW വണ്ടിയോ? ഐ തിങ്ക് BMW വണ്ടി മേടിച്ചിട്ട് ഈ പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് അതിനെ പവേഴ്സൊക്കെ കൊടുത്തതാണ്. ഈ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അത്ര പ്രശ്നക്കാരല്ല എന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. പ്രശ്നക്കാരാ. പക്ഷെ ചില ആൾക്കാരിനോട് ഇച്ചിരി പ്രശ്നം. അതായത് പാവപ്പെട്ടവരോടൊക്കെ ഇങ്ങനെ അഹമ്മദ് കാട്ടുന്ന ഒരു കൂട്ടം ആൾക്കാർ. നമുക്ക് അവരൊതുക്കാണ്ട് ഒതുക്കും. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് നമ്മൾ കരയിലെത്തണം. എന്നിട്ട് ഇതിൻ്റെ പവേഴ്സൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുറേ നാളായില്ലേ. ഇതിൻ്റെ പവേഴ്സ് ഈസ്
എൻ്റെ അളിയാ ഹിജാതി പവറ്. മറ്റേ വാട്ടർ ഫൗണ്ടൻ ഇല്ല അതേപോലെ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഗൈസ്. ഇതിൻ്റെ ഡിസൈനും പവേഴ്സും ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മളിപ്പോൾ കടലിൻ്റെ അഴിമണിക്കൊക്കെ വല്ല മിഷനിക്കും പോകാമെങ്കിൽ നമുക്ക് ലെസ്റ്ററിൻ്റെ ഈ വണ്ടി മോഷ്ടിച്ചിട്ട് നമുക്ക് നേരെ പോയാൽ മോഷ്ടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെടുത്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഇതിനൊക്കെ വലിയ ചെറിയ തുകയൊക്കെ തരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി എന്തായാലും എടുക്കും, എന്നിട്ടാ ഞാൻ പോവുള്ളൂ. അല്ലേ നമ്മളോടാ കളി നമ്മുടെ ലെസ്റ്ററിൻ്റെ. അപ്പോൾ കേസ് നമുക്ക് അടുത്ത വണ്ടി എടുക്കാൻ പോകണം. നെക്സ്റ്റ് വണ്ടി ഈസ് ദ ഫയർ എലമെൻ്റൽ കാർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് ഇത് ഫയർ എലമെൻ്റൽ അല്ല, ഇത് ലാവയാണ്. നിങ്ങളെന്താ ഉദ്ദേശിച്ച് എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? ലാവ അതായത് ഒരു പ്രത്യേകതരം ടൈറ്റൻ. അറ്റാക്ക് ഓൺ ടൈറ്റൻസ് ആനിമ കണ്ടിട്ടില്ലേ? അതേപോലത്തെ ഒരു ടൈറ്റൻ്റെ ഒരു ലാവ, അതൊരു ടൈറ്റനെ ലാവ ടൈറ്റൻ ഇവിടെ ഉണ്ട്. ആ സാധനം മരിച്ചിട്ടും അതിൻ്റെ മുകളിലത്തെ ലാവ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ആ എലമെൻ്റൽ ഗാർഡിയൻസ് എന്ന് പറയാം. എലമെൻ്റൽ ഗാർഡിയൻസ് എന്ന് പറയാൻ പറ്റില്ല, എലമെൻ്റൽ കില്ലേഴ്സ് എന്നും എന്ത് വെച്ചാലും പറയാം. അവർ അവിടെ ആ പ്രത്യേകതരം എലമെൻ്റൽ വണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അതും എടുക്കണം. എന്തായാലും ലെസ്റ്റർ ആ വണ്ടി വിൽക്കാനൊന്നും പോലില്ല, കാരണം അത്രയും വലിയ വണ്ടി വിൽക്കാനെന്ന് വെച്ചാൽ ചില്ലറ കേസൊന്നുമല്ല. കേസ് അതിൻ്റെ കയ്യാന്ന് തോന്നുന്നു, എന്തോ സാധനത്തിൻ്റെ ഉള്ളിൽ കുടുക്കി വെച്ചിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അത് ചത്തുപോയതാണ്. പുള്ളി അയ്യോ കേസ്. അപ്പോൾ നമ്മൾ ഫയർ റെസിസ്റ്റൻ്റ് സൂട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് മുകളിൽ പോവാം. ഓക്കേ പൊള്ളാണ്ടിരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്തോ കല്ലൊക്കെ ഇവിടെ കിടക്കണ്ടേ, അതായത് എന്തോ അവരുടെ പവർ വെച്ചിട്ട്, വിൻഡ് പവർ വെച്ചിട്ട് കല്ലൊക്കെ എറിഞ്ഞിട്ട് അതിനെ അവിടെ കെടുത്തി കൊന്ന് എന്നൊക്കെയാണ് ഞാൻ കേൾവി. എന്തായാലും അവിടെ കേസ് നമ്മൾ പറഞ്ഞുള്ളത് ആ കാർ എടുക്കാനാണ് കേസ്, ആ ഫയർ എലമെൻ്റൽ കാർ. അപ്പം നമുക്കത് എടുക്കണം. ഈ ടൈറ്റൻ കണ്ടിട്ട് അറ്റാക്ക് ടൈറ്റൻസത്തെ കൊളോസ്റ്റൽ ടൈറ്റൻ അല്ല, ആർമേഡ് ടൈറ്റൻ്റെ പോലെ ഉണ്ട് കേസ് കാണാൻ. അല്ല കൊളോസ്റ്റൽ ടൈറ്റൻ, ആ തീയൊക്കെ ഇങ്ങനെ മേത്ത് അതിനെ വിടാൻ പറ്റും കേസ്. അപ്പോൾ കേസ് കിട്ടി ഇതിൻ്റെ തലയുടെ അവിടെ എവിടെ അങ്ങോട്ടായിട്ടാണെന്നാണ് എനിക്ക് തോന്നണേ, കാരണം ഇവിടെ എന്തോ സ്റ്റെയർ കേസ് പോലെ പണിത് വെച്ചിട്ടുണ്ട്. കാർ ഇറക്കാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ കേസ് നമുക്ക് കയറിപ്പോവാം. ലെറ്റ്സ് ഡു ഇറ്റ്. എൻ്റെ പന്നി അവിടെ ഇവിടെ നോക്കാൻ വെച്ചാൽ ലോസ് ഏഞ്ചൽസ് ഫുള്ള് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. ഇല്ല, ഇത് വേറെ ഏതോ ജില്ലയിലെത്തിയിട്ട് ചത്തേ. ഇത് ഏത് ജില്ല? ഓക്കെ ഗൈസ്, എൻ്റെ തൊള്ളയിലുണ്ട് ഗൈസ്. അപ്പോൾ ചത്ത് മൈ ഗോഡ്, എൻ്റെ തൊള്ളയിൽ എന്തുണ്ടെന്ന് പറഞ്ഞില്ല ഗൈസ്. അവിടെ ഞാൻ എന്തോ തിളങ്ങണ പോലെ കണ്ടു, നോക്കിയപ്പോൾ നമ്മുടെ കാർ അവിടെ നിൽക്കുന്നു. അസ്സലാമലൈക്കും. അപ്പം ശരി കേട്ടാ, ഞാൻ പോകണം. വണ്ടി കുഴപ്പമില്ല. ഓക്കെ, രക്ഷപ്പെടുന്നു ഗൈസ്. അവിടെ എത്തിയപ്പോൾ നമ്മൾ നേരം വിളിച്ചിട്ടാണ് നമുക്ക് ബോധം ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇന്നലെ വൈകിട്ട് വന്നതാണ് നമ്മൾ, അത്രയും ഹീറ്റ് കൊണ്ട് നമ്മൾ ബോധം കിട്ടും. മൈ ഗോഡ്, ഇതിന് ഒറ്റൊരു പവറുള്ളൂ, ബട്ട് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കട്ടെ, ഇതിന് ഫ്ലെയിം തുപ്പാൻ പറ്റും. നമുക്കിപ്പോൾ കുറച്ച് പേരെ കത്തിച്ചാൽ
ചേവട കേസ് നമുക്ക് അങ്ങനെ വണ്ടികളൊക്കെ കത്തിച്ച് 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 കളിക്കാം ഗൈസ്. പിന്നെ പറയാൻ വന്നു, ഞാൻ ഇത്ര ദിവസം വീഡിയോ ഇടാണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നീ എന്താ പുറത്തിറങ്ങി ഓടാൻ നോക്കണോളാ? ഓക്കെ, വേറെ ഒന്നുമില്ല. സ്കൂൾ തുറന്നു, പിന്നെ നല്ല പനിയുണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൈയൊന്ന് നൈസായിട്ട് ഒടിഞ്ഞു പോയി. അപ്പം അത് കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം നമുക്ക് അടുത്ത വണ്ടിയായ എർത്ത് എലമെൻ്റൽ കാർ എടുക്കണം. ഓക്കെ, ആ ടൈറ്റൻ്റെ അവിടെ മാത്രമായിട്ട് ചൂടുള്ളൂ, ഇപ്പോൾ ചൂടൊന്നുമില്ല. ഈ വാട്ടർ എലമെൻ്റൽ കാറിലുകൊണ്ടാണോ അറിയില്ല ഗൈസ്, നോക്കി നോക്കട്ടെ. പിന്നെ സ്കൂളിലേക്ക് തന്നിട്ട് ഇങ്ങനെ ഒരു മിനിറ്റ്, നമ്മുടെ കയ്യിൽ വണ്ടി ഇല്ലല്ലോ, അപ്പോൾ ഈ വണ്ടി അങ്ങ് വണ്ടി എടുക്കാം. ഓക്കെ, ഇറങ്ങിപ്പോടാ. ബേസ് അവന് തള്ളി കിട്ടുന്നുണ്ട്. അവൻ നമ്മുടെ എലമെൻ്റൽ കാർ എടുത്തിട്ട് പോവോ? അതുപോലെ നമുക്ക് നേരെ വിടാം. പെട്ടെന്ന് 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 പോവാലോ ഗേസ്. അപ്പം ഡെസേർട്ടിലാണ് നമ്മുടെ വണ്ടി എടുക്കുന്നത് അടുത്ത. അതെന്തോ ഒരു പുലിയുടെ ഫേസുള്ളൊരു പ്രതിമല്ലേ, അതിൻ്റെ ഉള്ളിലാണെന്നാണ് പറഞ്ഞേക്കണത്. ബട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോണ വഴിക്കറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ ഉള്ളിൽ മമ്മി ഉണ്ടാവാണ്ട് ഇരുന്നാൽ മതി. എനിക്കതാണ് ഒറ്റൊരു പേടി ഗൈസ്. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, മമ്മി വന്നിട്ട് ഒറ്റ കടി നമ്മൾ ചത്ത്. കടിയൊന്നുമല്ല, നമ്മളിങ്ങനെ ഓടിച്ചിട്ട് അട്ടിച്ച് പറിച്ച് ഇങ്ങനെ പ്രേതങ്ങളും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് ഞാൻ കേട്ടുകേൾവി. എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്. അപ്പം നമുക്ക് കയറി നോക്കാം. ഒരു 100 ലൈക്ക് തരികയെന്ന് വെച്ചാൽ ഒരു നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കമൻറ്റ്, ഒരു ബെസ്റ്റ് കമൻറ്റ് ഞാൻ സാധിച്ചു തരും. ഓക്കെ, ഒരു വീഡിയോ ഞാൻ ഇടും. അതായത് നിങ്ങളിപ്പോൾ ഇഷ്ടമുള്ള ഗെയിം പ്ലേ ചോദിച്ചോ, ഞാൻ അതൊക്കെ ഇടാം. അതായത് നമ്മുടെ ബ്ലാക്ക് വിത്ത് ഹുക്കോം അങ്ങനത്തെയൊക്കെ ചോദിച്ചോ, ഏത് മനുഷ്യരും ചോദിച്ചോ, അപ്പം ഞാൻ ഇടും. അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള എന്ത് മനുഷ്യരും ചോദിച്ചോ, ഏത് ഗെയിംസ് എന്ത് മനുഷ്യരും ചോദിച്ചോ. ഒരു 100 ലൈക്കാകുമ്പോൾ വെച്ചേക്കാം. പിന്നെ വ്യൂവേഴ്സൊക്കെ ഒന്നും അധികം ആയിട്ടില്ല. ഒരു 100 ലൈക്ക് ഉറപ്പായിട്ടും വേണം. ഓ മൈ ഗോഡ്, നമ്മുടെ വണ്ടി കെട്ടി നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒറ്റൊരു വീഡിയോയ്ക്ക് ഞാനേ വീഡിയോ എടുത്തപ്പോൾ മൈക്കേൻ്റെ സുന കുത്താൻ മറന്നുപോയി. അതേപോലെ തന്നെ ഒത്തിരി പണി കിട്ടി. അങ്ങനെ ഞാനിത് 2-3 ടേക്ക് കഴിഞ്ഞിട്ട് 4-5-ാമത്തെ ടേക്കിലാണ് ഇപ്പോൾ അതേ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പം എന്ത് ചെയ്യാൻ, നേരെ പോകാം. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കരണ്ടൊക്കെയും പോയി. അപ്പോൾ ഗൈസ്, നമ്മൾ എൻ്റെ തൊള്ളയിൽ നിന്ന് ഇത്രയും ദൂരം തെറിച്ചടിച്ച് വന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ നാട്ടിൽ പോയിട്ട് നമ്മുടെ പവറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെ പവർ ഉണ്ടാവുമോ ആവോ. കാലത്ത് തന്നെ എനിട്ടിട്ട് നേരത്തെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാട്ടാ. ഓക്കെ, ഓ മൈ ഗോഡ്, ആ വണ്ടി തെറിച്ചടിച്ച് പോയ എവിടേക്കോ വീണു. നമുക്കപ്പോൾ ബാക്കിയുള്ള വണ്ടികളും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓ ഗൈസ്, ഇതിനെ ഇൻഫിനിറ്റി ഓഫ് പവേഴ്സാണ്. അതായത് ഇതിന് മരണമില്ലാത്ത വണ്ടി എന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് ഒരു പ്രശ്നവും പറ്റില്ല. ഐ ടേക്ക് 100% ഷുവർ. ഇതെങ്കിലും ലെസ്റ്റർ എടുത്ത് വിൽക്കാൻ ചെയ്യാൻ ലെസ്റ്ററിനെ ഞാൻ കൊല്ലും. പറയാൻ കാരണം വേറെ ഒന്നുമില്ല ഗൈസ്, ഈ വണ്ടി ഈസ് ദ ബെസ്റ്റ് വണ്ടി. ഇത് ലെസ്റ്ററിൻ്റെ തന്നെ വയ്ക്കാം. ഒരു കിട്ടി അല്ല,
അതാ അതാ ഡാൻസ് കളിക്കണ ഗേസ്. ഞാൻ നേരത്തെ ചുമ്മാ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഗേസ് ഡാൻസ് കളിക്കണത്. ഏതാ ഐറ്റം ഡാൻസ് കളിക്കണ വണ്ടി കളിക്കും. ഹ്യൂമൻസൊക്കെ തെറിച്ചടിച്ചാട്ട പോണു. മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും പറന്ന് പറന്ന് കളിക്കുന്നു കേസ്. ഏതല്ലേ ഇതേ ഒരുത്തൻ്റെ ബാക്കിലോടന്ന് കുത്തി കളിക്കുന്നു. ഏതല്ലേ അല്ലവലാതി. ഓക്കെ കേസ്, നമുക്കിനി അടുത്ത വണ്ടി എടുക്കാനും കൂടി പോവാനുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്താലോ. ഹിഹിഹി. ഇനി ഒരു പവറും കൂടി കാണിക്കുന്നുണ്ട്. നമുക്കത് ടെസ്റ്റ് ചെയ്യാം. ഐ തിങ്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമുണ്ട്. ടെസ്റ്റ് ചെയ്തോക്കിയല്ലോ പവർ. എൻ്റെ പൊന്നോ ഇജാതി പവർ നോക്ക് ഗൈസ്. ഉൽക്കൊക്കെ ഭൂമിയിൽ പട്ടക്കോന്ന് പറഞ്ഞ് വീണു. ഞാൻ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. ഡും അത്രേ ഉള്ളൂ, വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പം നേരെ നമുക്ക് ഇനി ബാക്കിയുള്ള ടെസ്റ്റ് ചെയ്ത ഒലിക്കൊക്കെയാണ്. പിന്നല്ലാതെ ഇജാതി പവർ. തീഗോളം പോലെ ഉൽക്ക. അല്ല, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കേസ്. കാരണം ഉൽക്കയ്ക്ക് നമ്മുടെ പുഷ്പമാണ്. ഒറ്റടിക്ക് ഉൽക്കും പുറത്തെടുക്കും കേസ്. നമ്മളപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തിൻ്റെ നമുക്ക് അടുത്ത എലമെൻ്റൽ കാറായ വിൻഡ് എലമെൻ്റൽ കാർ എടുക്കാൻ പോകണം കേസ്. അപ്പോൾ അതിനു വേണ്ടി ഹെലികോപ്റ്റർ ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ ലെസ്റ്റർ അണ്ണാച്ചി പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ലാ ഓക്കെ, നമുക്ക് മാപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഓടിക്ക് എത്തിയിട്ടുണ്ട് കേസ്. ഓടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഹോ കത്തച്ച് കേസ്, കത്തച്ച് പട്ടിയായി. അപ്പം നമുക്ക് അടുത്തൊരു പരിപാടി ഉണ്ട്. ഈ ലെസ്റ്റർ അല്ലെങ്കിലും ഇങ്ങനെ ഈ ചാവി ഒന്ന് ഉള്ളിലിട്ടിട്ടായി പോയേ. അപ്പോൾ നമുക്ക് നേരെ മുകളിൽ പോകാൻ പറക്കാം. ഗേസ് വിൻഡ് എലമെൻ്റൽ കാറായതുകൊണ്ട് എനിക്കൊരു ഡൗട്ട്, അതിനെ പറക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. ഓക്കെ, പെർഫെക്റ്റ് ലാൻഡിങ് ഗേസ്. ഐ തിങ്ക് ഇത് ഡ്രാഗൺ ബോളിത്തെ മറ്റേ ഗോക്കു ട്രെയിനിങ് ചെയ്യാൻ വരാറുള്ള സ്ഥലമല്ലേ? യാ ഓഫ് കോഴ്സ്. ഇതൊക്കെ ചെടിമേലുണ്ടായിരുന്നോ? ഞാൻ ലെസ്റ്റർ തന്ന മാപ്പ് അനുസരിച്ച് ഇങ്ങോട്ട് വന്ന് നോക്കിയതാ. നോക്കുമ്പോൾ ഒരു പറക്കുന്ന ലാൻഡ്. കേസ് നമ്മുടെ വണ്ടി ദേ കേസ് നമ്മുടെ വണ്ടി എടുക്കുന്നുണ്ട്. ഗ്യാസ് ഇച്ചാതി വണ്ടി. എൻ്റെ ഡിസൈനിക്ക് നോക്കിയാൽ വെള്ളയും കറുപ്പും നല്ല നീറ്റായി ക്ലീൻ ആയിട്ടുണ്ടാട്ട്. കേസ് നമുക്ക് നേരെ അങ്ങ് പറപ്പിക്കാം കേസ്. തെറിച്ചടിച്ച് പോകേണ്ടത് മതി. സൂപ്പർ ഫാന്റാസ്റ്റിക്. അപ്പം നേരെ നമുക്ക് പറന്നങ്ങ് നമുക്ക് ഇതിൻ്റെ പവേഴ്സൊക്കെ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ലെസ്റ്ററിനോട് പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ പവേഴ്സൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമെന്ന്. പറയാണ്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പവേഴ്സൊക്കെ നോക്കാം. ലെഫ്റ്റ് 2 3 4 ഡും. ഓ മൈ ഗോഡ്, ഭൂമി കൊളാപ്സായി. എന്താ ഉണ്ടായേ ഗൈസ്? ഞാൻ ചുമ്മാ ഇതിൻ്റെ പവേഴ്സ് ഒന്നും ടെസ്റ്റ് ചെയ്താ അപ്പത്തിന് ഇത് പൊട്ടിത്തെറിച്ച് പണ്ടാടങ്ങി. എൻ്റെ പൊന്നേ നോക്കിയ മഴ, തീ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ? ഹൗ
കേസ് അപ്പം നമുക്ക് നേരെ അങ്ങ് കേസ് ലെസ്റ്റർ വിളിക്കുന്നുണ്ട്. എടോ ഫ്രാങ്ക്ലിൻ എല്ലാ വണ്ടി കിട്ടിയില്ലേ? ആ വിൻഡൽ കാറും കൂടി അങ്ങോട്ട് എത്തിക്കാനാണ് കേസ് നമ്മളോട് പറഞ്ഞത്. അപ്പം നമുക്ക് നേരെ കടയിലേക്ക് പോവാം. ഡാ മിണ്ടാണ്ട് പോയടാ. ഈ സൗന്ദര്യം എൻ്റെ വഴി ബ്ലോക്ക് ചെയ്തു, എനിക്കിഷ്ടമായില്ല. അപ്പോൾ ലെസ്റ്റർ ഉടക്കുന്നുണ്ട്. എനിക്ക് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ പൈസ മേടിച്ചിട്ട് വരാം കേസ്. ആ വാട്ടർ എലമെൻ്റൽ കാർ നീസടിച്ച് അമ്മിപ്പോയിട്ടുണ്ട്. അപ്പം നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ലെസ്റ്ററൊക്കെ അത് റെഡിയാക്കി. ലെസ്റ്ററെ അണ്ണ അത് കുറച്ച് ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ വാട്ടർ എലമെൻ്റൽ കാറിൻ്റെ അവിടെ ഒന്ന് ചെറിയ സ്ക്രാച്ച് ഒന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, പെയിൻ്റ് അടിച്ച് റെഡിയാവും. അണ്ണ പൈസ ഓടോ 10 ലക്ഷം ഉണ്ട്. 10 ലക്ഷം മേടിച്ചിട്ട് പോടാ. എന്നാ ഇത് ഇച്ചിരി മോശമായിട്ടാ, അല്ലെങ്കിൽ അത് കിട്ടില്ലോ പോടോ. ഗ്യാസ് ഈ വണ്ടികൾക്കൊക്കെ 10 ലക്ഷം നമ്മൾ ഒതുക്കി കളഞ്ഞു ഗ്യാസ്. അപ്പം നിങ്ങളെന്തായാലും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. ഇപ്പം ഗ്യാസ് ആ എർത്ത് എലമെൻ്റൽ കാർ എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടാണ്. പിന്നെ